ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സാധാരണ സൺഡേ നെക്സ്റ്റ് ഒരു വീക്കിലേക്കുള്ള പച്ചക്കറി, മീറ്റ്, ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ സൺഡേ ലേറ്റായി ഒത്തിരി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ എ ഫോർ ആർദ്ര. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മലയാളി സ്റ്റോറിൽ മാത്രമേ നമ്മൾ മലയാളീസ് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ അരി, നമ്മളെ മസാല എല്ലാം നമ്മൾ മലയാളി സ്റ്റോറിൽ തന്നെ പോയി വാങ്ങണം. കൂടുതലും മറാത്തീസ് ആയതുകൊണ്ട് ഇവരുടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും മലയാളി സ്റ്റോറിൽ തന്നെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമുക്ക് കൂടുതലും രാത്രി പുറത്ത് പോയി ഷോപ്പിങ്ങിന് പോകാനാണ് കൂടുതലിഷ്ടം. എന്താ പറയുക, ലൈറ്റും പിന്നെ തിരക്കുണ്ടാവില്ല, ഭയങ്കര കാമായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും രാത്രി പുറത്ത് പോകാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇന്ന് ഒത്തിരി ലേറ്റായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ചിക്കൻ വാങ്ങി. അപ്പോൾ ചിക്കൻ വാങ്ങാൻ പോയപ്പോൾ കുറച്ച് അധികം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആമിക്ക് നിന്നിട്ടാണെങ്കിൽ ബോറടിച്ചിട്ട് അവൾ കോഴികളായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെയും കുറേ തിരക്കുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പം അവൾ ഡാൻസ് കളി തുടങ്ങി അവസാനം. ആമി ചിക്കന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തീർന്നു മുട്ട. എന്ത് കക്കരക്കോഴി നമുക്ക് തരുന്നില്ലേ? തിരക്കില്ലേ? ഞങ്ങളിതേ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോവാണ്. അല്ലേ അമ്മി? എന്തൊക്കെയാ വാങ്ങിയ അമ്മി? അരി വാങ്ങിച്ചു, മസാലപ്പൊടി വാങ്ങിച്ചു, ചിക്കൻ വാങ്ങിയില്ലേ? പിന്നെ പച്ചക്കറി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം വാങ്ങിച്ചു തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും കയറിയില്ല, നേരെ വീട്ടിൽ പോവുകയാണ്. നാളെ ആമിക്ക് തേർഡ് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ വേറെ എവിടെയും കയറിയില്ല, നേരെ വീട്ടിലേക്ക്. ഈ ഫ്ലാറ്റൊക്കെ നോക്കുക ഗൈസ്, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇത് ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നല്ല ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പെറുക്കി വെച്ച പോലെ തോന്നും നമുക്ക്, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ്. പിന്നെ ഈ ഇയറിലെ കലണ്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കലണ്ടർ വാങ്ങിയില്ലേ? അമ്മയുടെ ബർത്ത്ഡേ പറയുന്നത് ജനുവരിയിൽ അമ്മയുടെ ബർത്ത്ഡേ ആണേ. അല്ല, ഇവിടെ ഇതാണ് ജനുവരി. ഇത് ജനുവരിയിൽ അമ്മയുടെ ബർത്ത്ഡേ കാണിക്കി. ഇതിലവിടെ 14. ഇതല്ലേ 14? ജനുവരി 14 അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് ചെറുതായിട്ട് ആഘോഷിക്കുന്നുണ്ട്, അല്ലേ അമ്മി? അപ്പൊ അത്രേ ഉള്ളൂ. പോയിട്ട് വന്നു. ബാക്കി അടുത്ത വീഡിയോയില് കാണാം. അപ്പൊ എല്ലാരും പറയാം, അങ്ങനെ നോക്കിയിട്ട് അങ്ങനെയല്ല, എല്ലാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ